ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LSSലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിക്ക കുട്ടികളും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനി നമുക്ക് അവസരമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ജാനുവരി ഹാഫ് വരെ ഉണ്ട്. ഫെബ്രുവരിയിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം എല്ലാവരും ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് പഠിക്കാൻ പോകും. നമ്മുടെ സിലബസ് തന്നെയാണ്. നമ്മളപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ ഒരു കോച്ചിങ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 46 ഈസ് റിട്ടേൺ ഇൻ റോമൻ ലെറ്റേഴ്സ് അസ്. എന്ത് ചെയ്യണ്ടേ? റോമൻ അക്കങ്ങളിൽ നമ്മൾ 46 എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് 46 റോമൻ നമ്പേഴ്സിൽ എഴുതാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ റോമൻ നമ്പേഴ്സ് ഒക്കെ എഴുതുന്നത്? എന്താണ്? ഇത് 1 ആണല്ലേ, ഇത് 5, 10, 50 ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 46 ആണ്. 46നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 + 6 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 40 + 6 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ 40 എങ്ങനെ എഴുതുന്നത്? എക്സ് 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 എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. എന്താ ചെയ്യുന്നത്? 50 - 10 എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 50 - 10, ആ 10 ഇവിടെ ഇടുന്നു. അപ്പൊ XL എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 40 എന്ന് പറയുന്നത്. 6നെ നമ്മൾ എങ്ങനെ എഴുതുന്നേ? 5 + 1 അല്ലേ. 5 + 1 XL V1 ആണ് നമുക്ക്. ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഏതാ? നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? 1, 5, 10, 50, അതേപോലെ തന്നെ 100 അറിയണം, 500 അറിയണം, 1000 അറിയണം അല്ലേ. സിയും ഡിയും എമ്മും അറിയണം. ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി. റോമൻ നമ്പേഴ്സിൽ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏതൊരു നമ്പർ വന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എളുപ്പമുള്ളൊരു പാർട്ടാണ് കേട്ടോ. നമുക്ക് റോമൻ നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്മോളസ്റ്റ് 4-digit നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ലാർജസ്റ്റ് 4-digit നമ്പർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിൽ നിന്ന് കുറച്ചാൽ എത്ര വരും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ ഏതാന്ന് നമ്മൾ നോക്കണം. ഏതാണ് നമുക്ക് ലാർജസ്റ്റ് നമ്പർ വരുന്നത്? ലാർജസ്റ്റ് 4-digit നമ്പർ. ലാർജസ്റ്റ് 4-digit നമ്പർ ഏത്? എല്ലാവരും പഠിച്ചിട്ടില്ലേ? ലാർജസ്റ്റ് 2-digit നമ്പർ, 3-digit നമ്പർ, 4-digit നമ്പർ ഒക്കെ ഏതാണ്? 99999. 4 9 എഴുതുന്നതാണ് എന്ത്? ലാർജസ്റ്റ് 4-digit നമ്പർ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്മോളസ്റ്റ് 4-digit നമ്പർ വേണോ അല്ലേ. സ്മോളസ്റ്റ് 4-digit നമ്പർ ഏതാന്ന് നമ്മൾ നോക്കണ്ടേ? സ്മോളസ്റ്റ് 4-digit നമ്പർ. സ്മോളസ്റ്റ് 4-digit നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 1000 ആണ് അല്ലേ. 1000 ആണ് സ്മോളസ്റ്റ് 4-digit നമ്പർ. അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? കുറയ്ക്കാനാ, സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 9 9 9 9 - 1 8 8999 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി. ഇതേപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ 5-digit നമ്പർ ആയിരിക്കും, 6-digit നമ്പർ ആയിരിക്കും, ചിലപ്പം ലാർജസ്റ്റ് 5-digit നമ്പർ മൈനസ് സ്മോളസ്റ്റ് 4-digit നമ്പർ, അങ്ങനെ നമുക്ക് തരാം. ഇപ്പൊ 4-digit തന്നെ തരണമെന്നില്ല. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തരാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 3 ഗീവ്സ് quotient 10 ആൻഡ് റിമൈൻഡർ 2, വാട്ട് ഈസ് ദ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു സംഖ്യ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 10ഉം ശിഷ്ടം 2ഉം കിട്ടുമെങ്കിൽ ആ സംഖ്യ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? എങ്ങനെയാ? ഇപ്പൊ ഏതോ ഒരു ഡിജിറ്റ് ആണ് കേട്ടോ, ഏതോ ഒരു ഡിജിറ്റ്. അതിന് നമ്മൾ എക്സ് ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് എടുത്തു. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കോഷ്യന്റ് ആയിട്ട് കിട്ടുന്നത് എത്രയാ? 10 ആണ്. റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഇതാണ് ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ആളെ നമ്മൾ ഡിവൈസർ എന്ന് പറയും അല്ലേ. ഡിവൈസർ എന്ന് പറയും. ഈ കണ്ടുപിടിക്കാനുള്ള ആളെ ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയും. ഡിവിഡൻഡ്. ഇതാണ് കോഷ്യന്റ്, ഹരണഫലം. അതേപോലെ ഇത് റിമൈൻഡർ അല്ലേ. ഇപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ ഇത് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഡിവിഡൻഡിനെയാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആളെ നമ്മൾ
കണ്ടുപിടിക്കേണ്ടത്? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് ആണ് കേട്ടോ, ഹരണഫലം ആണ് Q കൊടുത്തിരിക്കുന്നത്, പ്ലസ് റിമൈൻഡർ ശിഷ്ടത്തെയാണ് ഇവിടെ 6 കൊടുത്തിരിക്കുന്നത്. അപ്പം നോക്കിക്കേ എത്രയാണ് നമുക്ക് ഡിവൈസർ ഏതോ ഒരു നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പം 3 ഇൻറ്റു കോഷ്യൻ്റ് എന്ന് പറയുന്നത് 10 പ്ലസ് 6 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 2. നമുക്ക് ആൻസർ വരുന്നത് 32 ആണ് ആ നമ്പർ. നോക്കിയേ 32 എഴുതുക, 3 10 നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവരും ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം ഡിവിഡൻഡ് തന്നിട്ട് ഡിവൈസർ ആയാലും ഈ ഇക്വേഷനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർ ഇപ്പുറത്തേക്ക് എടുത്ത് റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 18 ടൺ 12 ക്വിൻ്റൽ 20 കിലോഗ്രാം ഈക്വൽസ് എത്ര കിലോഗ്രാം? അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഈ 18 ടൺ 12 ക്വിൻ്റൽ 20 കിലോഗ്രാം ഇതിനെ എല്ലാത്തിനെയും എങ്ങോട്ട് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. നോക്കി 18 ടൺ 12 ക്വിൻ്റൽ 20 കിലോഗ്രാം ഡാഷ് കിലോഗ്രാമിന് തുല്യമാണ്. എത്ര കിലോഗ്രാമിന് തുല്യമാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം 1 ടൺ, ഒരു ടൺ എത്രയാണെന്ന് നമ്മൾ അറിയണം. 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 കിലോഗ്രാം. അതേപോലെ തന്നെ 1 ക്വിൻ്റൽ, അതാണ് Q എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ, അതെന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ ഈ മെഷർമെന്റ്സിന്റെ കാര്യത്തിൽ ഓർത്ത് വെക്കണം. നോക്കിയേ, ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്, ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. അപ്പൊ ഈ രണ്ട് കാര്യം മറന്നു പോവാതെ ഓർത്തിരിക്കണം. നോക്കിക്ക്, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 18 ടൺ ആണ്. അപ്പൊ 18 ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമാണ് വരുന്നത്? 18 ഇൻറ്റു 1000 ചെയ്യണം. നമുക്ക് 18,000 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, 12 ക്വിൻ്റലാ, 12 ക്വിൻ്റലാ നമുക്ക് തന്നിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12 ഇൻറ്റു 1 ക്വിൻ്റൽ എത്രയാണ്? 100. അപ്പം 12 ആണ്, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 1200 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 20 കിലോഗ്രാം തന്നെയാണ് തന്നിരിക്കുന്നത്. 20 കിലോഗ്രാം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്താലല്ലേ ഫുൾ എല്ലാം കൂടെ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കിക്കേ, 18,000 പ്ലസ് 1200 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്. 19220 കിലോഗ്രാം ആണ് നമുക്ക് ആൻസർ. നോക്കി 1922, എല്ലാം ഓപ്ഷൻസിലെല്ലാം കിലോഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ, എല്ലാം കിലോഗ്രാമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 19220. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ കൺവേർഷൻ, ഒരു ക്വിൻ്റൽ എത്ര അല്ലെങ്കിൽ ഒരു കിലോഗ്രാം എത്ര ഗ്രാം ആണ്, അപ്പം ഗ്രാമിൻ്റെ കാര്യത്തിലുള്ളത് പഠിച്ചു വെക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഒരു ടൺ, മിക്കതും ചോദിക്കുന്നത് ടണ്ണും ക്വിൻ്റലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമുക്ക് തരുമ്പം ഇതേപോലെ തന്നില്ലെങ്കിലും 18 ടൺ പ്ലസ് 12 ക്വിൻ്റൽ പ്ലസ് 20 ഗ്രാം ഈസ് ഈക്വൽ ടു ഡാഷ്, ഇങ്ങനെ സിമ്പിളായിട്ടും തരും. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ഓർക്കുക, 1 ക്വിൻ്റൽ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാമും ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദെയർ ഇൻ 10,000? 10,000-ൽ എത്ര നൂറുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10,000-ൽ എത്ര നൂറുകൾ ഉണ്ടെന്ന്. നമ്മളിതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എന്ത് എഴുതണം? 10,000 എഴുതുക, 10,000 എഴുതുക, എഴുതി. ഇനി എത്ര എന്തുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഹൺഡ്രഡ്സാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര നൂറുകളുണ്ട്. അപ്പം ദേ നമ്മൾ ഇവിടെ 100 എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സീറോയിനെ വെട്ടി ഇവിടുത്തെ ഈ 2 സീറോയിനെ വെട്ടി. അപ്പം നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് ബാലൻസ് ഉള്ളത്? 100. അപ്പം 100 ഹൺഡ്രഡ്സ് ചേരുമ്പോഴാണ് 100 നൂറുകൾ 100 നൂറുകൾ ചേരുമ്പോഴാണ് എത്ര വരുന്നത്?
10,000 വരുന്നത്. 10,000 വരുന്നത്. ഇതിപ്പോ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. 1 lakh. 1 lakh എന്ന് പറയുന്നത് എത്ര തൗസൻഡ്സ് ആണെന്ന് ചോദിക്കുക. എത്ര തൗസൻഡ്സ് ചേരുമ്പോഴാണ് 1 lakh വരുന്നതെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1000 എഴുതണം. ഇവിടെ 3 പൂജ്യം ഉണ്ട്, ഇവിടെ 3 പൂജ്യം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? 100 എന്ത് ചേരുമ്പോഴാണ്? 100 തൗസൻഡ്സ് ചേരുമ്പോഴാണ് 1 lakh കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പൊ എന്താ? ആ 10,000 എഴുതുക, 100 എഴുതുക, 2 0 കട്ട് ചെയ്യുക, ഇവിടെ 2 0 കട്ട് ചെയ്യുക. ബാക്കി എത്രയുണ്ടോ അതായിരിക്കും ആൻസർ. നമുക്ക് 100 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മൾ CC+ൽ LSS USS കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചാണ്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ ലൈവ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് വീക്ക്ലി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് കൂടാതെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ മാത്രമാണ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതേപോലെ വീക്കെൻഡ്സ് ഇപ്പം സൺഡേ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായി 9496949929 നമ്പറിൽ വിളിച്ച് എൻക്വയറി എടുക്കുക. ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ടായിട്ട് വീണ്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.